സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ മഹാപ്രവാഹമാണ് ഈ കൊട്ടിക്കലാശത്തിൽ അണിനിരന്നിട്ടുള്ളത്. പാലക്കാട് മുഴുവൻ സഖാവ് സരിനൊപ്പം, ഡോക്ടർ സരിനൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഇന്ന് ഒഴുകി വരുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യ മഹാപ്രവാഹം തെളിയിക്കുന്നത് ഇത്തവണ പാലക്കാട്ട് ഇടതുപക്ഷം അതിന്റെ വിജയ പതാക നാട്ടിയിരിക്കും എന്നതാണ്. എങ്ങനെയാണോ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത്, അതുപോലെ പാലക്കാട്ടില് 23-ാം തീയതി ഒരു പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന്റെ പുതിയ ചരിത്രം, വിജയ ചരിത്രം പാലക്കാട്ട് കുറിക്കാൻ പോവുകയാണ്. ഡോക്ടർ സരിന് നേരത്തെ സഖാവ് കെ ബാലൻ പറഞ്ഞതുപോലെ അദ്ദേഹം കൈനീട്ടിയപ്പോൾ ആ കൈ തട്ടി മാറ്റിയവർക്കിത് പാലക്കാടിന്റെ താക്കീത്. പതിനായിരക്കണക്കിന് ആളുകൾ, അവരിൽ പ്രായമുള്ളവരുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, ആബാലവൃദ്ധം പാലക്കാട് ഇതാ ഡോക്ടർ സരിന്റെ കൈപിടിക്കുകയാണ്. എവിടെ നിന്നോ വന്നവർ ഡോക്ടർ സരിന്റെ കൈ തട്ടി മാറ്റിയാൽ ഞങ്ങൾ പാലക്കാട്ടുകാർ ഈ കൈ ചേർത്ത് പിടിക്കുമെന്നാണ് പാലക്കാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പാലക്കാടിന്റെ ഹൃദയത്തിൽ മുറിവേറ്റ സംഭവമാണ് 92 ബാബറി മസ്ജിദിന്റെ തകർച്ചയുൾപ്പെടെയുള്ള സംഭവങ്ങൾ. അതിനെ ജാംബവാന്റെ കാലത്തെ കഥയെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചവർക്ക് ഈ പാലക്കാട് മറുപടി നൽകിയിരിക്കും 23-ാം തീയതി. മാത്രമല്ല, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ, കേരളം കണ്ട ഏറ്റവും വലിയ വെറുപ്പിന്റെ പ്രചാരകനെ തോളിലേറ്റി നടക്കുന്നവർക്ക് ഈ പാലക്കാട് മറുപടി നൽകിയിരിക്കും 23-ാം തീയതി. ഈ പാലക്കാടിന്റെ വികസനത്തെ മുരടിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും അധോഗതിയിലുള്ള നഗരമാക്കി അധപ്പതിപ്പിച്ചവർക്ക് ചുട്ട മറുപടി ഈ പാലക്കാട് നൽകിയിരിക്കും 23-ാം തീയതി. ഈ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾക്കൊപ്പം, വികസനത്തിനൊപ്പം, കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിക്കൊപ്പം ഡോക്ടർ സരിനിലൂടെ പാലക്കാടിനെ കൂടി കണ്ണു ചേർക്കും പാലക്കാട്ട് ജനങ്ങൾ. പ്രിയപ്പെട്ടവര്, ഞങ്ങൾ മിടുക്കനായ ഒരു യുവ ഡോക്ടറെ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കഴിവുറ്റൊരു ചെറുപ്പക്കാരനെ ഇതാ പാലക്കാട്ട് ജനങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിജയിപ്പിച്ച് MLA ആക്കി തിരിച്ചു നൽകിയാൽ ഈ പാലക്കാടിന് കേരളത്തിലെ LDF സർക്കാർ വികസനത്തിന്റെ ഒരു പൂക്കാലമായിരിക്കും തിരിച്ചു നൽകുക എന്നുറപ്പ് പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവര്, ഈ മനുഷ്യപ്രവാഹം അത് പാലക്കാടിന്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും അഭിവാദ്യങ്ങൾ.